എല്ലാവർക്കും നമസ്കാരം. ലൂസൺ PSCയുടെ 2025 യൂണിയൻ ബജറ്റുമായി ബന്ധപ്പെട്ട ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന PSC പരീക്ഷകളിലെ 2025 ബജറ്റുമായി ബന്ധപ്പെട്ട് PSC ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്ന സമയത്ത് ആദ്യം തന്നെ ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? അതാണ് PC മഹലനോബിസ്. ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് PC മഹലനോബിസ് ആണ്. ഇതാണ് PC മഹലനോബിസ്. PC മഹലനോബിസിന്റെ മുഴുവൻ നാമം എന്താന്ന് ചോദിച്ചാല് പ്രശാന്ത് ചന്ദ്ര മഹലനോബിസ്. പ്രശാന്ത് ചന്ദ്ര മഹലനോബിസ് ആണ് PC മഹലനോബിസിന്റെ മുഴുവൻ നാമം. ഓക്കെ, ഇനി അടുത്ത പോയിന്റിലേക്ക് പോകുന്ന സമയത്ത് 1921 ബ്രിട്ടീഷ് ഇന്ത്യയിലെ അകാവർത്ത കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ റെയിൽവേ ബജറ്റ് എന്ന് പറഞ്ഞ പ്രത്യേകം ബജറ്റ് അവതരിപ്പിക്കാൻ തുടങ്ങിയത്. അത് 1921 അകാവർത്ത കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്. 1924 തൊട്ടിട്ടാണ് അങ്ങനെ പ്രത്യേകം ബജറ്റ് അവതരിപ്പിക്കാൻ തുടങ്ങിയത്. അപ്പൊ ഒരുമിച്ച് പറയുകയാണെങ്കിൽ 1921 ബ്രിട്ടീഷ് ഇന്ത്യയിൽ അകാവർത്ത കമ്മീഷന്റെ ശുപാർശ പ്രകാരം 1924 തൊട്ട് റെയിൽവേ ബജറ്റ്, ജനറൽ ബജറ്റ് എന്നിങ്ങനെ പ്രത്യേകം 2 ബജറ്റുകൾ അവതരിപ്പിക്കാൻ തുടങ്ങി. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് ആണ്, വിവേക് ദബോയ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം 2 ബജറ്റുകൾ ഒന്നിച്ചാക്കി അവതരിപ്പിക്കാൻ തുടങ്ങിയത് എപ്പോഴാന്ന് ചോദിച്ചാല് 2017 ഫെബ്രുവരി 1 തൊട്ട്. 2017 ഫെബ്രുവരി 1 തൊട്ടാണ് 2 ബജറ്റുകളും, റെയിൽവേ ബജറ്റും ജനറൽ ബജറ്റും ഒരുമിച്ചാക്കിയിട്ട് ഒറ്റ ബജറ്റായിട്ട് അവതരിപ്പിക്കാൻ തുടങ്ങിയത്. 2017 തൊട്ട് തന്നെയാണ് ഫെബ്രുവരി മാസം 1-ാം തീയതി ബജറ്റ് അവതരിപ്പിക്കാൻ തുടങ്ങിയത്. പിന്നീട് ഇങ്ങോട്ടല്ല, ഫെബ്രുവരി മാസം 1-ാം തീയതിയാണ് ബജറ്റ് അവതരിപ്പിക്കാറ്. അതിനു മുമ്പിൽ ഫെബ്രുവരി മാസത്തിന്റെ അവസാന ഭാഗത്താണ് ബജറ്റ് അവതരിപ്പിക്കാറ്. 2017 തൊട്ട് ഫെബ്രുവരി 1-ന് ബജറ്റ് അവതരിപ്പിക്കാൻ തുടങ്ങി. ആ കാര്യം ഓർത്തിരിക്കുക. ഇനി ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാല് ജെയിംസ് വിൽസൺ ആണ്. ജെയിംസ് വിൽസൺ ആണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ബജറ്റ് അവതരിപ്പിക്കുന്നത്. ആ ബജറ്റ് അവതരിപ്പിച്ചത് ഏത് പ്രഭുവിന്റെ കാലഘട്ടത്തിലാന്ന് ചോദിച്ചാല് കാനിൻ പ്രഭുവിന്റെ കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ബജറ്റ് അവതരിപ്പിക്കുന്നത്. കാനിൻ പ്രഭുവിന്റെ കാലഘട്ടത്തിൽ. ഓക്കെ, ഇനി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാല് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ബജറ്റ്, അതായത് 1944 ശേഷമുള്ള ആദ്യത്തെ ബജറ്റ് ആരാന്ന് ചോദിച്ചാല് ഷൺമുഖം ഷെട്ടി. KK ഷൺമുഖം ഷെട്ടിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ബജറ്റ് അവതരിപ്പിക്കുന്നത്. അത് അവതരിപ്പിച്ച ഡേറ്റ് ചോദിച്ചാൽ 1947 നവംബർ 26. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റിലേക്ക് പോകുന്ന സമയത്ത് നമുക്കറിയാം ഇന്ത്യ റിപ്പബ്ലിക് ആയതപ്പ 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ആയത്, അല്ലെ? അപ്പൊ 1950 ജനുവരി 26 ശേഷം, അതായത് ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം ആദ്യം ബജറ്റ് അവതരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാല് നമ്മുടെ മലയാളിയായ ജോൺ മത്തായി ആണ് ആദ്യമായിട്ട് ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം ബജറ്റ് അവതരിപ്പിച്ചത്. ആ ഡേറ്റ് ചോദിച്ചാല് 1950 ഫെബ്രുവരി 28. 1950 ഇന്ത്യ റിപ്പബ്ലിക് ആയ ശേഷം ആദ്യമായിട്ട് ബജറ്റ് അവതരിപ്പിച്ചത്. അത് ജോൺ മത്തായി ആണ്. ആ കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മുടെ ഭരണഘടനയിൽ ബജറ്റ് എന്നുള്ളൊരു വാക്കില്ല. ബജറ്റിന് പകരം പറയുന്ന ഒരു വാക്കാണ് ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന വാക്കാണ് ബജറ്റിന് പകരം പറയുന്നത്. അപ്പൊ ബജറ്റുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാന്ന് ചോദിച്ചാൽ 112 ആണ്. ആർട്ടിക്കിൾ 112 ആണ് ബജറ്റുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. ഇനി ബജറ്റുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, ഇന്ത്യൻ ബജറ്റ് അവതരിപ്പിച്ച പ്രധാനമന്ത്രിമാർ ആരെല്ലാം ചോദിച്ചാൽ ഒന്ന് ജവഹർലാൽ നെഹ്റു ആണ്, ഒന്ന് ഇന്ദിരാഗാന്ധിയാണ്, ഒന്ന് രാജീവ് ഗാന്ധിയാണ്. 3 ആൾക്കാരാണ്, 3 പ്രധാനമന്ത്രിമാരാണ് ഇന്ത്യൻ ബജറ്റ് അവതരിപ്പിച്ചത്. അതിലൊന്ന് നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി. ഇനി ആദ്യമായിട്ട് ബജറ്റ് അവതരിപ്പിച്ച വനിത ചോദിച്ചാല് ഇന്ദിരാഗാന്ധിയാണ് ആദ്യമായിട്ട് ബജറ്റ് അവതരിപ്പിച്ച വനിത. ഇനി ബജറ്റ് അവതരിപ്പിച്ച വനിതകൾ ആരെല്ലാം ചോദിച്ചാലോ, ഒന്ന് ഇന്ദിരാഗാന്ധി, 2 നിർമ്മല സീതാരാമൻ. 2 വനിതകളാണ് ഇന്ത്യയിൽ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഒന്ന് ആദ്യമായിട്ട് ഇന്ദിരാഗാന്ധിയും പിന്നെ നിർമ്മല സീതാരാമനാണ് ഏറ്റവും കൂടുതൽ തവണ തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ. ഓക്കെ,
ഇനി ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ മൊറാർജി ദേശായിയാണ്. മൊറാർജി ദേശായി 10 തവണ ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിച്ചത് മൊറാർജി ദേശായി ആണ്. ആ കാര്യം ഓർത്തിരിക്കാം. ഇനി അടുത്തൊരു പോയിന്റ് ആണ് തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ നിർമ്മല സീതാരാമനാണ്. നിർമ്മല സീതാരാമനാണ് തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചത്. ഈ 2025 ഫെബ്രുവരി 1 ബജറ്റ് അവതരിപ്പിച്ചതോടുകൂടി 8 തവണ തുടർച്ചയായിട്ട് നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചു. ഓക്കെ, ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിച്ച വനിത ആരാന്ന് ചോദിച്ചാലും നിർമ്മല സീതാരാമനാണ്. ഓക്കെ, ഇനി ദൈർഘ്യമേറിയ ബജറ്റ് അവതരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ നിർമ്മല സീതാരാമൻ. 2 മണിക്കൂറും 40 മിനിറ്റും എടുത്തിട്ടുള്ള ഒരു ബജറ്റ് അവതരണം ഉണ്ടായിരുന്നു നിർമ്മല സീതാരാമന്റെ. അത് 2020-21 ബജറ്റാണ്. ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് അവതരണം 2 മണിക്കൂറും 40 മിനിറ്റും എടുത്തിട്ടുള്ള ബജറ്റ് അവതരണമാണ്. അത് നിർമ്മല സീതാരാമനാണ്. ഓക്കെ, ഇനി ഏറ്റവും ചെറിയ ബജറ്റ് പ്രസംഗം ഏതാന്ന് ചോദിച്ചാല് എച്ച്.എം. പട്ടേൽ അവതരിപ്പിച്ച ബജറ്റാണ് ഏറ്റവും ചെറിയ ബജറ്റ് പ്രസംഗം. 800 വാക്കുകൾ കൊണ്ട് അവസാനിപ്പിച്ചു. 800 വാക്കുകൾ മാത്രമേ ഒരു ബജറ്റ് അവതരണത്തിൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളൂ. ഓക്കെ, ഇനി നമ്മളെ യഥാർത്ഥ ടോപ്പിക്കായ യൂണിയൻ ബജറ്റിലേക്ക് കടക്കലാണ്. 2025 യൂണിയൻ ബജറ്റ്. ഓക്കെ, ഇനി 2024 യൂണിയൻ ബജറ്റ് അവതരിപ്പിച്ച ഡേറ്റ് കാര്യം ചോദിച്ചാല് വർഷവും കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് ഫെബ്രുവരി 1 യൂണിയൻ ബജറ്റ് അവതരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ ധനകാര്യമന്ത്രിയായ നിർമ്മല സീതാരാമനാണ്. നിർമ്മല സീതാരാമൻ തുടർച്ചയായിട്ട് 8ാം തവണയാണ് ഇത് ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഇനി 2025 യൂണിയൻ ബജറ്റിന്റെ പ്രമേയം ചോദിച്ചാല് സബ്കാ വികാസ്, എല്ലാവരുടെയും വികസനം. അതാണ് ബജറ്റിന്റെ പ്രമേയം. ഇനി 2025 ബജറ്റുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രതിപാദിച്ച ഒരു കാര്യങ്ങളാണ് വികസന എഞ്ചിനുകൾ. 2025 ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന വികസന എഞ്ചിനുകളാണ്. നമ്മളെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് 2047 ആകുന്ന സമയത്തേക്ക് നമ്മുടെ ഇന്ത്യയെ ഒരു വികസിത രാജ്യമാക്കി മാറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന വികസിത എഞ്ചിനുകളാണ്, അല്ലെങ്കിൽ എഞ്ചിൻസ് ഓഫ് ഡെവലപ്മെന്റ്സ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന 4 പോയിന്റുകൾ. ഒന്നേതാണ്? കൃഷി. വികസന എഞ്ചിനുകളിൽ ഒന്ന് കൃഷിയാണ്. രണ്ടാമത്തേത് മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ് അല്ലെങ്കിൽ MSME ആണ്. MSME ആണ് രണ്ടാമത്തെ വികസന എഞ്ചിൻ. മൂന്നാമത്തേത് നിക്ഷേപമാണ്, ഇൻവെസ്റ്റ്മെന്റ് ആണ്. നാലാമത്തേത് കയറ്റുമതിയാണ്. ഒരു രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ കാര്യങ്ങളാണ് ഇത്. ഈ കാര്യങ്ങളാണ് ഈ 2025 ബജറ്റിലെ വികസന എഞ്ചിനുകൾ എന്ന് പറഞ്ഞ് പ്രതിപാദിച്ചിരിക്കുന്നത്. ഈ കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കാം. ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് 2025 ബജറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കിയാല് ഒന്നാമത്തെ പ്രഖ്യാപനം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രഖ്യാപനമാണ് ആദായ നികുതി ഇളവ് 12 ലക്ഷം വരെയാക്കി. അപ്പൊ അവിടെയുള്ള ഒരു ചോദ്യമാണ്, ആദായ നികുതി ഇളവ് എത്ര വരെ ആയിരുന്നു എന്ന് ചോദിച്ചാൽ 7 ലക്ഷം രൂപ വരെ ആയിരുന്നു 2024 വരെ. 2025 ബജറ്റിന് തൊട്ട് മുമ്പ് വരെ. 2025 ബജറ്റിൽ അത് 12 ലക്ഷം രൂപയാക്കി. ഓക്കെ, 12 ലക്ഷം രൂപ വരെയുള്ള വാർഷിക വരുമാനമുള്ളവർക്ക് ആദായ നികുതി ഇളവുണ്ടാകും. ഓക്കെ, ഇനി അതിന് കൂടെ തന്നെ അവർ പുറത്തിറക്കിയ പുതിയൊരു ടാക്സ് സ്ലാബാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങള്. അതായത് 0 മുതൽ 4 ലക്ഷം രൂപ വരെ ടാക്സ് ഇല്ല. 4 ലക്ഷം തൊട്ട് 8 ലക്ഷം രൂപ വരെ 5%, 8 ലക്ഷം തൊട്ട് 12 ലക്ഷം വരെ 10%, 12 ലക്ഷം തൊട്ട് 16 ലക്ഷം വരെ 15%, അങ്ങനെ പോകുന്നു. അങ്ങനെ 24 ലക്ഷത്തിന് മുകളിൽ 30% രൂപ ടാക്സ്. ഇതാണ് പുതിയ ടാക്സ് സ്ലാബ്. ഇത് പ്രകാരമായിരിക്കും നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ, ഇനിയുള്ള ഈ സാമ്പത്തിക വർഷത്തില് പുതിയ ടാക്സ് വിധിക്കുന്നത്. അപ്പോ ഇവിടെ നമുക്ക് കാണുന്ന സമയത്ത് 12 ലക്ഷം രൂപയ്ക്ക് നേരെ 10% ടാക്സ് കാണുന്നുണ്ട്. അപ്പോ അതിന് ടാക്സ് അടക്കേണ്ട അതൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അതായത് നമുക്ക് ലഭിക്കുന്നത് വെച്ചാൽ 12 ലക്ഷം രൂപ വരെയുള്ള വരുമാനക്കാർക്ക്, വാർഷിക വരുമാനം ഉള്ളവർക്ക് 60,000 രൂപ റിബേറ്റ് ആയിട്ട് ലഭിക്കും. നമ്മൾ ടാക്സ് അടക്കണം, അത് റിബേറ്റ് ആയിട്ട് നമുക്ക് ലഭിക്കും. എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുന്ന സമയത്ത് നമുക്കിപ്പോ 12 ലക്ഷം രൂപയുണ്ടെന്ന് വിചാരിക്കാം. നമുക്ക് വാർഷിക വരുമാനം 12 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക. അതില് ആദ്യത്തെ 4 ലക്ഷം രൂപയ്ക്ക് അതായത് ആദ്യത്തെ 4 ലക്ഷം രൂപയ്ക്ക് ടാക്സ് ഇല്ല, അതിന് 0% ആണ്.
പിന്നീടുള്ള 4 ലക്ഷം രൂപയ്ക്ക് എത്രയായി? എത്ര ശതമാനമാണ്? ഇവിടെ 5% ടാക്സ്. പിന്നീടുള്ള 4 ലക്ഷം രൂപയ്ക്ക് എത്രയാണ്? 10% ടാക്സ്. അപ്പോ ആദ്യം 4 ലക്ഷം രൂപയ്ക്ക് 0% എന്ന് വെച്ചാൽ 0. പിന്നീടുള്ള 4 ലക്ഷം രൂപയ്ക്ക് 5% ടാക്സ് എന്ന് പറയുന്ന സമയത്ത് 20,000 രൂപ. 20,000 രൂപ. പിന്നീടുള്ള 4 ലക്ഷത്തിന് 10% എന്ന് പറയുന്ന സമയത്ത് എത്രയാണ്? 40,000 രൂപ. 40,000 രൂപ. അങ്ങനെ മൊത്തത്തിൽ എത്ര ടാക്സ് വരും? 60,000 രൂപ. 60,000 രൂപ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് 60,000 രൂപ ടാക്സ് റിബേറ്റ് ആയിട്ട് ലഭിക്കും. നമുക്ക് ടാക്സ് ഇളവുണ്ടാവും. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ ടാക്സ് സബ്മിറ്റ് ചെയ്താലും നമുക്ക് 60,000 രൂപ വരെ റിബേറ്റ് ലഭിക്കും. 60,000 രൂപ വരെ റിബേറ്റ് ലഭിക്കും. ഓക്കെ, ആ കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തൊരു പോയിന്റിലേക്ക് പോകുന്ന സമയത്ത് 2025 ബജറ്റിലെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമാണ് ഇന്ത്യൻ പോസ്റ്റിനെ ഒരു ലോജിസ്റ്റിക് കമ്പനിയാക്കും. ഇന്ത്യൻ പോസ്റ്റിനെ ഒരു ലോജിസ്റ്റിക് കമ്പനിയാക്കും. മറ്റൊരു പ്രഖ്യാപനമാണ് 5 IIT-കൾക്ക് സഹായം നൽകും. 5 IIT-കൾക്ക് ധനസഹായം നൽകും. അതിലെ ഈ 5 IIT-കളിൽ ഒരു IIT നമ്മുടെ കേരളത്തിലെ പാലക്കാട് IIT ആണ്. പാലക്കാട് IIT-ക്കാണ് ഒരു ധനസഹായം ലഭിക്കുക. ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രഖ്യാപനമാണ് കിസാൻ ക്രെഡിറ്റ് വായ്പാ പരിധി ഉയർത്തി. കിസാൻ ക്രെഡിറ്റ് വായ്പാ പരിധി ഉയർത്തി. കിസാൻ ക്രെഡിറ്റ് വായ്പാ പരിധി 3 ലക്ഷമായിരുന്നു. അത് 3 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമായിട്ട് ഉയർത്തി. ഓക്കെ, ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രഖ്യാപനമാണ് ജൽ ജീവൻ മിഷൻ 2028 വരെ നീട്ടി. ജൽ ജീവൻ മിഷൻ 2028 വരെ നീട്ടി. അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ബീഹാറിൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം പ്രഖ്യാപിച്ചു. ബീഹാറിൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം പ്രഖ്യാപിച്ചു. ഓക്കെ, അടുത്തൊരു ഇമ്പോർട്ടന്റ് ആണ് ഭക്ഷ്യപോഷക സുരക്ഷയ്ക്കായി രണ്ടാമത്തെ ജീൻ ബാങ്ക് സ്ഥാപിക്കും. രണ്ടാമത്തെ ജീൻ ബാങ്ക് സ്ഥാപിക്കും. ഒന്നാമത്തെ ജീൻ ബാങ്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ ന്യൂഡൽഹിയിലാണ്. രണ്ടാമത്തെ ജീൻ ബാങ്ക് ആണ് ഇനി സ്ഥാപിക്കാൻ പോകുന്നത്. ഓക്കെ, മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് പ്രഖ്യാപനമാണ് പരുത്തി ഉൽപാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പഞ്ചവത്സര പദ്ധതികൾ തുടങ്ങും. പരുത്തി ഉൽപാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി പഞ്ചവത്സര പദ്ധതികൾ തുടങ്ങും. ഓക്കെ, അടുത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഭാരതീയ ഭാഷാ പുസ്തക പദ്ധതി. പ്രഖ്യാപിച്ച പുതിയൊരു പദ്ധതിയാണ് ഭാരതീയ ഭാഷാ പുസ്തക പദ്ധതി. എന്താണ് ഈ പദ്ധതി എന്ന് ചോദിച്ചാല് ഇന്ത്യൻ ഭാഷാ പുസ്തകങ്ങൾ ഡിജിറ്റൽ രൂപത്തിൽ നൽകാൻ വേണ്ടിയിട്ട് ആരംഭിക്കുന്ന ഒരു പദ്ധതിയാണ് ഭാരതീയ ഭാഷാ പുസ്തക പദ്ധതി. ഓക്കെ, ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ആസാമിൽ യൂറിയ പ്ലാന്റ് സ്ഥാപിക്കും. ആസാമിൽ യൂറിയ പ്ലാന്റ് സ്ഥാപിക്കും. അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഗിഗ് തൊഴിലാളികൾക്ക് സാമൂഹിക സുരക്ഷാ പദ്ധതി പ്രഖ്യാപിച്ചു. ഗിഗ് തൊഴിലാളികൾക്ക് സാമൂഹിക സുരക്ഷാ പദ്ധതി പ്രഖ്യാപിച്ചു. ഇവർക്ക് തിരിച്ചറിയൽ കാർഡ് ഇസ്രാം പോർട്ടൽ രജിസ്റ്റർ ചെയ്യാനും പ്രധാനമന്ത്രി ജൻ യോജനയിൽ ഉൾപ്പെടുത്തിയ ആരോഗ്യ പരിരക്ഷയും ഉറപ്പുവരുത്തും. ഇതൊക്കെ ഈ ഗിഗ് തൊഴിലാളികൾക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളാണ്. അതായത് ഗിഗ് തൊഴിലാളിക്ക് സാമൂഹിക സുരക്ഷാ പദ്ധതി പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായിട്ട് അവർക്ക് ലഭിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഓക്കെ, ഇനി അടുത്ത കാര്യത്തിലേക്ക് പോകുന്ന സമയത്ത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഖേലോ ഇന്ത്യ പദ്ധതിക്ക്. ഖേലോ ഇന്ത്യ പദ്ധതികൾക്ക് 1000 കോടി. ഖേലോ ഇന്ത്യ പദ്ധതികൾക്ക് 1000 കോടി. ഇത് സ്പോർട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സ്പോർട്സുമായി ബന്ധപ്പെട്ടാണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. ഓർത്തിരിക്കുക, ഖേലോ ഇന്ത്യ പദ്ധതിക്ക് 1000 കോടി. ഓക്കെ, ഈ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ബീഹാറിൽ മഖാന ബോർഡ് സ്ഥാപിക്കും. ബീഹാറിൽ മഖാന ബോർഡ് സ്ഥാപിക്കും. എന്താണ് ഈ മഖാന എന്ന് ചോദിച്ചാൽ താമരയുടെ വിത്താണ് ഈ മഖാന. അപ്പോ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ മഖാന ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയിലാണ്. അത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ബീഹാറിലാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഖാന എക്സ്പോർട്ട് ചെയ്യുന്നതും ഇന്ത്യയാണ്. ആ കാര്യം ഓർത്തിരിക്കാം. അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പദ്ധതിയാണ് ആത്മനിർഭര പദ്ധതി. അതെന്താന്ന് വെച്ചാല് പയറുവർഗ്ഗങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഉൽപാദനം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ആരംഭിക്കുന്ന ഒരു പദ്ധതിയാണ് ആത്മനിർഭര പദ്ധതി. അത് ഏതിനും പയറുവർഗ്ഗങ്ങളെന്ന് ചോദിച്ചാൽ തുവര, ഉഴുന്നുപരിപ്പ്, ചുവന്ന പരിപ്പ് തുടങ്ങിയ പയറുവർഗ്ഗങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി ആരംഭിക്കുന്ന ഒരു പദ്ധതിയാണ്, അല്ലെങ്കിൽ പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ്. ഓക്കെ, ഇനി അവസാനമായിട്ടുള്ള ഒന്നാണ് പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് 100 ജില്ലകളിൽ കേന്ദ്രീകരിക്കും. പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന
പദ്ധതി സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് 100 ജില്ലകളിലെ കേന്ദ്രീകരിക്കും. ഓക്കെ, ഇത്രയുമാണ് പ്രധാനപ്പെട്ട പദ്ധതികൾ, പ്രഖ്യാപിച്ച പദ്ധതികള്. ഇനി ബജറ്റുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഒന്ന് വരവ്. ഓക്കെ, എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തേക്ക് വരുമാനം വരുന്നത് എന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ വരുമാനം വരുന്നത് കടമെടുത്തിട്ടും മറ്റു ബാധ്യതകളിലൂടെയുമാണ് രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത്. ഈ രാജ്യത്തിന്റെ വരുമാനത്തിന്റെ 24% അങ്ങനെയാണ്, കടമെടുത്തിട്ടാണ് നമുക്ക് കൂടുതൽ വരുമാനം ലഭിക്കുന്നത്. മറ്റു ബാധ്യതകളിലൂടെയും 24%, രാജ്യത്തിന്റെ വരവിന്റെ 24% അങ്ങനെയാണ്. കടമെടുത്തതിന്റെയും മറ്റു ബാധ്യതകളിലൂടെയും 24% ലഭിക്കുന്നു. ആദായ നികുതി വഴി നമുക്ക് ലഭിക്കുന്നത് 22%. GSTയും മറ്റു നികുതികളും വഴി 18% ലഭിക്കുന്നു. കോർപ്പറേഷൻ നികുതി വഴി 17%. നികുതിയേതര വരുമാനം എത്രയെന്ന് ചോദിച്ചാല് 9%. എക്സൈസ് തീരുവ എത്രയെന്ന് ചോദിച്ചാലോ 5%. 5%. കസ്റ്റംസ് 4%. കടമല്ലാത്ത മൂലധന വരവ് 1% മാത്രമാണ്. കടമല്ലാത്ത മൂലധന വരവ് 1% മാത്രമാണ്. ഏറ്റവും കൂടുതൽ വരവ് ലഭിക്കുന്നത് കടമെടുപ്പിലൂടെയാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. 24%. ഓക്കെ, ഇനി ചെലവ് ഏതിനാന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ചെലവാക്കുന്നത് ഏതിനാന്ന് ചോദിച്ചാല് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നോക്കുന്ന സമയത്ത് ഈ നമ്മുടെ വരവിന്റെ 20% ചെലവാക്കുന്നത് പലിശ അടക്കാൻ വേണ്ടിയാണ്. പലിശ തിരിച്ചടക്കാൻ വേണ്ടിയിട്ടാണ് 20% ചെലവാക്കുന്നത്. സംസ്ഥാന തീരുവ നികുതി വിഹിതം, സംസ്ഥാന തീരുവയും സംസ്ഥാനത്തിന് നികുതി വിഹിതവും കൊടുക്കുന്നത് 22%. കേന്ദ്ര മേഖലാ പദ്ധതികൾക്ക് 16%. മറ്റ് ചെലവുകൾ 8%. കേന്ദ്രം സ്പോൺസർ ചെയ്യുന്ന പദ്ധതികൾക്കായിട്ട് 8%. പ്രതിരോധത്തിന് 8%. ഫിനാൻസ് കമ്മീഷനും മറ്റ് ട്രാൻസ്ഫറുകൾക്കും വേണ്ടിയിട്ട് 8%. സബ്സിഡിക്ക് 6%. പെൻഷൻ നൽകാൻ വേണ്ടിയിട്ട് 4%. ഓക്കെ, ഇനി ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. മന്ത്രാലയങ്ങൾക്ക് നൽകുന്നത് എത്രയാണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഏറ്റവും കൂടുതൽ നൽകുന്നത് പ്രതിരോധ മന്ത്രാലയത്തിനാണ്. പ്രതിരോധ മന്ത്രാലയത്തിന് നൽകുന്നത് എത്രയാണെന്ന് ചോദിച്ചാല് 4,91,732 കോടി രൂപയാണ് പ്രതിരോധ മന്ത്രാലയത്തിന് നൽകുന്നത്. ഗ്രാമീണ വികസനത്തിന് വേണ്ടി നൽകുന്നത് 2,66,817 കോടി രൂപയാണ്. ആഭ്യന്തര കാര്യത്തിന് വേണ്ടിയിട്ട് 2,33,211 കോടി രൂപ. കൃഷിക്ക് വേണ്ടിയിട്ട് 1,71,437 കോടി രൂപ. വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് 1,28,650 കോടി രൂപ. ആരോഗ്യത്തിന് വേണ്ടിയിട്ട് 98,311 കോടി രൂപ. നഗരവികസനത്തിന് വേണ്ടിയിട്ട് 96,777 കോടി രൂപ. പിന്നീടുള്ളത് വെച്ചാൽ ഐടിക്കും ടെലികോമിനും വേണ്ടി ചെലവാക്കുന്നത് 95,298 കോടി രൂപ. എനർജിക്ക് വേണ്ടിയിട്ട് 81,174 കോടി രൂപ. വാണിജ്യത്തിനും വ്യവസായത്തിനും വേണ്ടിയിട്ട് 65,533 കോടി രൂപ. സാമൂഹിക വികസനത്തിന് വേണ്ടിയിട്ട് 60,052 കോടി രൂപ. ശാസ്ത്ര മേഖലയ്ക്ക് വേണ്ടിയിട്ട് 55,679 കോടി രൂപയാണ് ചെലവാക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ബജറ്റുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. ഇനി ബജറ്റുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് 2025-26 ബജറ്റില് പരാമർശിച്ച കവിതാ ഭാഗങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചാല് ഒന്നാമത്തേതാണ് ജീവജാലങ്ങൾ മഴ പ്രതീക്ഷിച്ച് ജീവിക്കുന്നത് പോലെ പൗരന്മാർ നല്ല ഭരണം പ്രതീക്ഷിച്ച് ജീവിക്കുന്നു. ജീവജാലങ്ങൾ മഴ പെയ്യുന്നത് പ്രതീക്ഷിച്ച് ജീവിക്കുന്നത് പോലെ പൗരന്മാർ നല്ല ഭരണം പ്രതീക്ഷിച്ച് ജീവിക്കുന്നു എന്നർത്ഥം വരുന്ന തിരുക്കുറൽ 542ാമത്തെ കുറലാണ്. തിരുക്കുറൽ രചിച്ചിരിക്കുന്നത് തിരുവള്ളൂരാണ്. ഇതൊന്ന് ഓർത്തിരിക്കുക. ബജറ്റിൽ പറഞ്ഞത് കൊണ്ടൊന്നും മെൻഷൻ ചെയ്യുന്നത് മാത്രം. ഇനി രണ്ടാമതായിട്ട് പറഞ്ഞ കാര്യം എന്ന് വെച്ചാല് കവിതാ ഭാഗമാണ് ഒരു രാജ്യം അതിന്റെ മണ്ണല്ല, ഒരു രാജ്യം അതിന്റെ ജനതയാണ് എന്നർത്ഥം വരുന്ന തെലുങ്ക് കവിതയും മെൻഷൻ ചെയ്തിട്ടുണ്ട്.
ആ കവിത എഴുതിയത് ഗുരു ജഡ്ഡ അപ്പാറുവാണ് ആ കവിത എഴുതിയത്. ഇത്രയും കാര്യങ്ങളാണ് 2025 ബജറ്റുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. PSC ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട PDF നോട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ ഇനി വരാൻ പോകുന്ന PSC പരീക്ഷയിൽ 2025 ബജറ്റുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കലാണ്. പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.